ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ കാണുന്ന വാഹനം താർ റോക്സിന്റെ ഏറ്റവും പുതിയ സ്റ്റാർ എഡിഷനാണ്. റീസെന്റ് നമുക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ഈ താർ റോക്സിലെ ഈ സ്റ്റാർ എഡിഷന്റെ വീഡിയോ ചെയ്യാനായിട്ടാണ്. ഈ സ്റ്റാർ എഡിഷൻ ശരിക്കും AX5 ലക്ഷറി വേരിയന്റിനും AX7 ലക്ഷറി വേരിയന്റിനും ഇടയിലായിട്ടാണ് മഹീന്ദ്ര കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു പക്ക പ്രോപ്പർ ലിമിറ്റഡ് എഡിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. മറ്റു പല മാനുഫാക്ചേഴ്സും കണ്ടുപഠിക്കേണ്ട ലിമിറ്റഡ് എഡിഷനാണ് മഹീന്ദ്ര ഈ താർ റോക്സിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റാർ എഡിഷൻ വേരിയന്റിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്, എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് ഈ വേരിയന്റിൽ കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് നോക്കുമ്പോൾ AX7 ലക്ഷറി വേരിയന്റും AX5 ലക്ഷറി വേരിയന്റുമായിട്ട് എത്ര രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ഉണ്ട് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2026 മോഡൽ താർ റോക്സിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ഇനി മുതൽ സ്റ്റാർ എഡിഷനാണ്. കാരണം ടോപ്പ് എൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2 ലക്ഷം രൂപയുടെ അടുത്താണ് ഈ വേരിയന്റിന് കുറവ് വരുന്നത്. എന്നാൽ ടോപ്പ് എൻഡിലെ ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സ് ഈ വേരിയന്റിൽ മഹീന്ദ്ര കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ റോക്സിലെ ഒരു വാല്യൂ ഫോർ മണി വേരിയന്റ് ആയിരുന്നു AX5 ലക്ഷറി വേരിയന്റ്. ആ വേരിയന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വെറും 20,000 രൂപ മാത്രമാണ് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ടോപ്പ് എൻഡിന്റെ അതേ ലുക്കുള്ള ഈ സ്റ്റാർ എഡിഷന് വരുന്നുള്ളൂ. ഇപ്പോൾ 20 ലക്ഷം രൂപ ബഡ്ജറ്റിൽ, അല്ലെങ്കിൽ 20 തൊട്ട് 22 ലക്ഷം രൂപ വരെ ബഡ്ജറ്റിൽ നിങ്ങളൊരു ഡീസൽ ഓട്ടോമാറ്റിക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റോക്സിന്റെ സ്റ്റാർ എഡിഷനും കൂടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ കൺസിഡർ ചെയ്ത് നോക്കുക. റോക്സ് മഹീന്ദ്രയിൽ അത്യാവശ്യം വിൽപ്പനയുള്ള വാഹനം തന്നെയാണ്. ഇപ്പോഴും ടോപ്പ് സെല്ലിംഗ് വാഹനങ്ങളിൽ ഒന്നാണ് റോക്സ്. ആ റോക്സ് ടോപ്പ് സെല്ലിംഗിൽ നിൽക്കുന്ന സമയത്ത് തന്നെ അതിനകത്തൊരു മോസ്റ്റ് വാല്യൂ ഫോർ മണി സ്പെഷ്യൽ എഡിഷനാണ് മഹീന്ദ്ര കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ത്യയിലെ മറ്റെല്ലാ മാനുഫാക്ചേഴ്സും മഹീന്ദ്രനെ കണ്ടുപിടിക്കുന്ന സ്പെഷ്യൽ എഡിഷൻ ഇറക്കുന്ന കാര്യത്തിൽ. കാരണം കസ്റ്റമേഴ്സിന്റെ റിക്വസ്റ്റ് പ്രകാരം ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള ഡീസൽ ഓട്ടോമാറ്റിക്കിലൊക്കെ തന്നെയാണ് ഈ സ്പെഷ്യൽ എഡിഷൻ മഹീന്ദ്ര കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇത് ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ വരുന്ന ഒരു വാഹനമാണ്. നമുക്ക് സ്റ്റാർ എഡിഷൻ 4 കളറിലാണ് കൊടുത്തിരിക്കുന്നത്. സിട്രൻ യെല്ലോ, അതാണ് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കളർ. ആ യെല്ലോ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ നല്ല ഭംഗിയാണ്. പിന്നെ ടാങ്കോ റെഡ് എന്ന് പറഞ്ഞ റെഡ് ഫിനിഷ് അവൈലബിൾ ആണ്. അത് രണ്ടിൻ്റെ പിക്ചേഴ്സ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. പിന്നെ വൈറ്റ്, പിന്നെ നിങ്ങൾ ഈ കാണുന്ന ബ്ലാക്ക്. എക്സ്റ്റീരിയർ നോക്കിക്കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് വാഹനം നമ്മൾ നോർമൽ റോക്സുമായിട്ട് വലിയ ഡിഫറൻസ് ഒന്നും നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഫീൽ ചെയ്യില്ല. പക്ഷേ വശങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാകും. ഇപ്പോൾ ഈ വേരിയന്റിന്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ തന്നെ ആ ഒരു റോക്സിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള DRL കാണാം. അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് നമുക്ക് LED പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് ആണ്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ ഫംഗ്ഷൻ ചെയ്യും. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് കാണാം. അതിന് ചുറ്റുമെല്ലാം ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് 360 ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഫ്രണ്ട് ഗ്രില്ലാണ് ശരിക്കും സ്റ്റാർ എഡിഷന്റെ ഹൈലൈറ്റ്. ഏത് കളർ എടുത്താലും ഗ്രില്ല് ബ്ലാക്ക് ഫിനിഷിൽ തന്നെയായിരിക്കും വരിക. അതിന് താഴേക്ക് വന്നാൽ ബമ്പറിന്റെ പോർഷൻ നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഫോഗ് ലൈറ്റ് LED പ്രൊജക്റ്റഡ് ഫോഗ് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലേക്ക് പാർക്കിംഗ് സെൻസേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് എൻഡിന്റെ സിമിലർ ലുക്കാണ്, സിമിലർ ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. വൈപ്പേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വേരിയന്റിൽ ഫ്രെയിംലെസ് ആയിട്ടുള്ള വൈപ്പറുകൾ മഹീന്ദ്ര കൊടുത്തിട്ടുണ്ട്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ടോപ്പ് എൻഡിലെ അതേ അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതും ഒരു ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ടോപ്പ് എൻഡിൽ ഇതൊരു ഡയമണ്ട് കട്ടിൽ വന്നപ്പോൾ ഈ ഒരു വാഹനത്തിൽ, അതായത് സ്റ്റാർ എഡിഷനിൽ അതൊരു ബ്ലാക്ക് ഫിനിഷിലേക്ക് കൊണ്ടുവന്നു. 255, 60, R19 ആണ് ടയർ സൈസ് വരുന്നത്. 19 ഇഞ്ച് അലോയ് വീൽസ് വരുന്നുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ്. എനിക്ക് ആ ടോപ്പ് എൻഡ് ഡയമണ്ട് കട്ടിനേക്കാളും കുറച്ചും കൂടി ഭംഗിയുള്ള രീതിയിൽ ബ്ലാക്ക് ഫിനിഷ് തോന്നുന്നുണ്ട്. അതൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. നടുക്ക് മഹീന്ദ്രയുടെ ലോഗോ കാണാം. ഇൻഡിക്കേറ്റേഴ്സ് ഫെൻഡേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. ആ ഫെൻഡേഴ്സിൻ്റെ പോർഷൻസ് എല്ലാം നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ കാണാനായിട്ട് പറ്റും. ഇവിടെ താർ റോക്സ് എന്ന് പറഞ്ഞ ബാഡ്ജും കാണാം. നമുക്കിവിടെ താഴെ ഫുഡ് സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. അതിൻ്റെ വശങ്ങളിൽ ആ ഒരു സിൽവർ ടച്ച് കാണാം. 360 ക്യാമറ ഈ വേരിയന്റിൽ വരുന്നുണ്ട്. അതുകൊണ്ട് മിറേഴ്സിൽ ക്യാമറ കാണാം. താർ എന്ന് പറഞ്ഞ ബാഡ്ജും കൊടുത്തിരിക്കുന്നു. ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. വശങ്ങളിൽ വന്നിരിക്കുന്ന വേറൊരു ഡിഫറൻസ്, ഇവിടെ സ്റ്റാർ എഡിഷൻ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് വന്നു എന്നുള്ളതാണ്. മറ്റെല്ലാ ലുക്കും സിമിലർ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ടോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് അതിൻ്റെ റൂഫ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. പനോറമിക് സൺറൂഫ് ഈ വേരിയന്റിൽ മഹീന്ദ്ര ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഡോർ ഹാൻഡിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിക്വസ്റ്റ് സെൻസർ ഇതിനകത്ത് വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. പ്ലെയിൻ ഗ്ലാസ്സുകളാണ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും പ്ലെയിൻ ഗ്ലാസ്സുകൾ കൊടുത്തിരിക്കുന്നത്. അവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്വാർട്ടർ ഗ്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിലേക്ക് വന്നാൽ ഈ ഒരു പോർഷൻസ് നമുക്ക് ആ ഒരു ഗ്ലാസ് ഫിനിഷിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഈ വാഹനം എടുത്തിട്ട് ഒരു 50% കൂളിംഗ് ഒട്ടിക്കുക. ഈ പോർഷൻ ഒരു ഫുൾ ഡാർക്ക് ഫിനിഷിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ലുക്കിലേക്ക് ചേഞ്ച് ആകും. ബാക്കിലെ ഡോർ ഹാൻഡിൽസ് നമുക്ക് ഒരു ബോഡി കളറിൽ തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു പോർഷൻസ് ബി പില്ലർ, സി പില്ലർ എല്ലാം നമുക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്.
ഒരു പക്ക ടോപ്പ് എൻഡിൻ്റെ ലുക്കാണ്. ഇപ്പോൾ ടോപ്പ് എൻഡ് എടുത്തിട്ട് അലോയ്സ് ബ്ലാക്ക് ആക്കി കഴിഞ്ഞാൽ ഈ സെയിം ലുക്കാണ് വരിക. ഇപ്പോൾ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ MRFിൻ്റെ വണ്ടേഴ്സ് എന്ന് പറഞ്ഞ ഓൾ ടെറൈൻ ടയേഴ്സാണ് ഈ ഒരു വേരിയൻറ്റിൽ മഹീന്ദ്ര ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് എൻഡിൻ്റെ അതേ സിമിലർ ലുക്കും സിമിലർ ഫീച്ചേഴ്സുമാണ്. നമുക്ക് ആ ഒരു ടോപ്പ് എൻഡിൽ വരുന്ന സെയിം അലോയ് വീലുകൾ, ആ 19 ഇഞ്ച് വീൽസ് തന്നെ സ്പെയർ വീലിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് റിവേഴ്സ് ക്യാമറ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് കാണാം. ബാക്കിൽ വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡീഫോഗറോട് കൂടിയ ബാക്ക് ഗ്ലാസ്സുകളാണ്. നമുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് വരുന്നു. സ്പോയിലർ ഒന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. പലരും സ്പോയിലേഴ്സൊക്കെ ആക്സസറി ആയിട്ട് ചെയ്യുന്നത് കാണാം. നമുക്ക് ടെയിൽ ലൈറ്റ് ഫുൾ LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് റിവേഴ്സ് ലൈറ്റും നമ്മളുടെ സ്റ്റോപ്പ് ലൈറ്റും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഇൻഡിക്കേറ്റേഴ്സ് LED ആയിട്ടാണ് വരുന്നത്. താഴെ നമുക്ക് റിഫ്ലക്റ്റേഴ്സ് കാണാം. ബാക്കിലേക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സ്പ്ലിറ്റ് ഓപ്പൺ തന്നെയായിട്ടാണ് ബൂട്ട് വരുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ക്വയറിഷ് ആയിട്ടുള്ള അത്യാവശ്യം വലിപ്പമുള്ള വലിയ ബൂട്ടുകളാണ്. 447 ലിറ്ററാണ് ബൂട്ടിൻ്റെ ഒരു കപ്പാസിറ്റി വരുന്നത്. ഇതിനകത്ത് ഹാർമൻ്റെ മ്യൂസിക് സിസ്റ്റം ആൻഡ് സബ് ബൂഫർ വരുന്നുണ്ട്. അതിൻ്റെ ഒരു സ്പീക്കേഴ്സ് ഇവിടെ കാണാം. 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ബൂട്ട് ലൈറ്റ് LED ആയിട്ട് ഇവിടെ ടോപ്പിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹുക്ക് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തൊരു മാറ്റ് ഇത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ബാക്കിലെ സീറ്റ് 60-40 സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. 3 പേർക്കുള്ള 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും സെൻറ്റർ പാസഞ്ചർ ഫിക്സഡ് ഹെഡ് റെസ്റ്റുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ടോപ്പ് എൻഡിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ബൂട്ടിലും കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് ബൂട്ടൊന്ന് ക്ലോസ് ചെയ്യാം. ബൂട്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഗ്ലാസ് ക്ലോസ് ചെയ്യാം. ഗ്ലാസ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ബൂട്ട് ക്ലോസ് ചെയ്യേണ്ടത്. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡ്യുവൽ ടോൺ കളറിലാണ് ഇപ്പോൾ ഇൻറ്റീരിയർ വരുന്നത്. അതൊരു ബ്ലാക്ക് ആൻഡ് ഓഫ് വൈറ്റ് ഫിനിഷിലാണ് വരുന്നത്. ഇപ്പോൾ ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളർ കാണാം. ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗണിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. അകത്തെ ഡോർ ഹാൻഡിൽസ് നമുക്ക് ഒരു ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഹാർമൻ്റെ 4 സ്പീക്കറും 4 ടൂട്ടോടും കൂടി സിസ്റ്റമാണ്. ടൂട്ടേഴ്സ് ഇവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സ്പീക്കേഴ്സ് താഴെ കാണാനായിട്ട് പറ്റും. ചെറിയൊരു കപ്പ് ഹോൾഡറും ഇവിടെ കാണാം. ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റാർ എഡിഷൻ്റെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഈ ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ലെതറിഡ് സീറ്റുകൾ. മറ്റെല്ലാ വേരിയൻറ്റുകളിലും വൈറ്റ് സീറ്റ്സ് വന്നപ്പോൾ ഇതിനകത്ത് ഒരു ബ്ലാക്ക് ഫിനിഷുള്ള സീറ്റ് കൊടുത്തു. അത് ലെതറിഡ് വെന്റിലേറ്റഡ് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് സ്റ്റാറിൻ്റെ ഒരു ബാഡ്ജിങ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാൻഡ് ബട്ടൺ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഫ്യൂവൽ ലൈറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ, ട്രാക്ഷൻ കൺട്രോൾ, ഫോഗ് ലൈറ്റ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഹിൽ ഡിസൈൻ കൺട്രോൾ, ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസേഴ്സ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ, പിന്നെ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിരിക്കുന്നു. നമ്മുടെ AC വെൻസിന് ചുറ്റുമെല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. നമുക്ക് അകത്തേക്ക് പിടിച്ച് കയറാനായിട്ട് ഒരു ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. അതെന്തോ വൈറ്റ് ഫിനിഷിൽ കൊടുത്തു. അത് ബ്ലാക്കിൽ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായ കാര്യം. എപ്പോഴും നമ്മൾ കൈകറി ആദ്യം പിടിക്കുന്ന അതിനകത്തായിരിക്കും അത് ശരിയാവാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. സ്റ്റാർ എഡിഷൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കും ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സും തരുന്ന ഒരു ഇൻറ്റീരിയറാണ്. ഇപ്പോൾ ടോപ്പ് എൻഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ഫീച്ചർ അഡാസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഓട്ടോ പാർക്ക് ബ്രേക്ക് ആൻഡ് ഓട്ടോ ഹോൾഡ് ആ ഒരു ഫീച്ചർ ഇതിനകത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. മറ്റെല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അഡാസും ഓട്ടോ പാർക്ക് ബ്രേക്കിൻ്റെ ഒക്കെ റിയൽ ലൈഫിൽ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീല് ലെതർ റാപ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഫിനിഷ് സ്റ്റിയറിംഗ് വീല് കൊടുത്തിരിക്കുന്നു. ഫ്ലാറ്റ് ബോട്ടമാണ്. താഴത്തെ പോർഷൻസിലെല്ലാം ഒരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷ് കാണാം. മൾട്ടി ഫംഗ്ഷനിലാണ്. ഇടതുവശത്തായിട്ട് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാൻ ഓപ്ഷൻസുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സ്റ്റിയറിംഗ് വീല് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻ റോക്സിൽ വരുന്നില്ല. ഇടതുവശത്തായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ് ആൻഡ് ഓട്ടോ വൈപ്പേഴ്സിൻ്റെ ഫീച്ചർ ഇതിനകത്ത് വരുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഇപ്പോൾ ഡ്രൈവർ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കാണാം. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ സ്റ്റിയറിംഗ് വീലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടോപ്പ് എൻഡിൽ വരുന്ന ഒരു എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡ്രൈവർ ഇൻഫർമേഷനാണ് നിങ്ങൾ കണ്ടത്. ഇനി നമുക്ക് ഫ്യൂവൽ ഇൻഫർമേഷൻ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഫ്യൂവൽ നാവിഗേഷൻ്റെ ഓപ്ഷൻസ് കാണാം. പിന്നെ ഫ്യൂവൽ ഇൻഫർമേഷൻ നോക്കുകയാണെങ്കിൽ ഫ്യൂവൽ ഇൻഫർമേഷനിൽ നമ്മൾ ആവറേജ് റേഞ്ച്, ആവറേജ് ഫ്യൂവൽ ഇക്കോണമി, അങ്ങനെ എല്ലാ ഇൻഫർമേഷൻസും കൊടുത്തിരിക്കുന്നു. പിന്നെ DPF ലെവല്, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കാണാം. അടുത്തത് നമുക്ക് വരുന്നത് വെഹിക്കിൾ ഇൻഫർമേഷൻസ് ആണ്. അതിനകത്തേക്ക് വന്നാൽ TPMS ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4 വീലിലേക്കും കറക്റ്റായിട്ട് അത് അറിയാനായിട്ട് പറ്റും. പിന്നെ വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് പവർ ടോർക്ക് ഇൻഫർമേഷൻസ് കാര്യങ്ങൾ, പിന്നെ റോൾ ഓവർ അതിൻ്റെ ഇൻഫർമേഷൻ, കോമ്പസ്, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം അതിനകത്തും കാണാനായിട്ട് പറ്റും. പിന്നെ വരുന്നത് നാവിഗേഷനാണ്. നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കിട്ടുന്ന സെയിം നാവിഗേഷൻ ഈ ഒരു സ്ക്രീനിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ ഡിസ്പ്ലേ ലേഔട്ടാണ്. നമുക്ക് ആ ഒരു
ഇതിപ്പോൾ നോർമൽ ലേ ഔട്ടാണ്. പിന്നെ ഒരു ഇൻഫർമേഷൻ ലേ ഔട്ട് എന്നും പറഞ്ഞ ലേ ഔട്ട് അവൈലബിൾ ആണ്. അപ്പോൾ അത് മൊത്തത്തിൽ ചേഞ്ച് ആയിട്ട് നാവിഗേഷനിൽ കുറച്ചുകൂടി വലിപ്പമുള്ള സ്ക്രീനിൽ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് പറ്റും. നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ നാവിഗേഷൻ അതിനകത്തേക്ക് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. ആ ഇൻഫർമേഷൻ എന്നുള്ള സ്ക്രീനിൽ വലിപ്പമുള്ള രീതിയിലായിരിക്കും നമുക്ക് നാവിഗേഷൻസ് കാര്യങ്ങൾ ലഭിക്കുക. അങ്ങനെ ടോപ്പ് എൻഡ് റോക്സിൽ വന്നിരുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വേരിയൻറ്റിലും മഹീന്ദ്ര ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇത് 10.25 ഇഞ്ചിൻ്റെ സ്ക്രീനാണ്. ഇതും 10.25 ഇഞ്ചിൻ്റെ സ്ക്രീനാണ്. അഡ്രിനോക്സിൻ്റെ കണക്ടിവിറ്റി ഉള്ള ഒരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. നല്ല ടച്ച് റെസ്പോൺസ് ഉള്ള ഒരു സ്ക്രീനാണ്. അതിനകത്ത് നല്ല ഡീസൻറ്റ് ക്ലാരിറ്റി ഉള്ളൊരു 360 ക്യാമറയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ റിവേഴ്സ് ഇട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഫുൾ വ്യൂവിൽ നമുക്ക് 360 ക്യാമറ കാണാനായിട്ട് പറ്റും. അത് ഫുൾ സ്ക്രീനിലാണെങ്കിൽ ഫുൾ സ്ക്രീനിലാക്കാനുള്ള ഒരു ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആണ്. സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ഫുൾ സ്ക്രീനിലാണെങ്കിൽ ഫുൾ സ്ക്രീനിലാക്കാം. ബാക്ക് ക്യാമറ മാത്രമാണ് ബാക്ക് ക്യാമറ. അങ്ങനെ എല്ലാ ഫീച്ചറോടും കൂടിയ ഒരു 360 ക്യാമറയാണ്. അതിൻ്റെ പാർക്കിംഗ് സെൻസേഴ്സ് ഈ കോർണറിൽ നിങ്ങൾക്ക് ഫങ്ഷൻ ചെയ്യുന്നത് കാണാം. പിന്നെ ഇതിനകത്ത് മ്യൂസിക് സിസ്റ്റം പറയുകയാണെങ്കിൽ നല്ല ക്ലാരിറ്റി ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. 4 സ്പീക്കർ, 4 ട്യൂട്ടർ, ഒരു സബ് ഓഫ്റോഡ് കൂടിയ ഹാർമണിൻ്റെ സിസ്റ്റമാണ് ഇതിനകത്ത് വരുന്നത്. നല്ല മ്യൂസിക് ക്ലാരിറ്റിയാണ്. ഈവൻ വീഡിയോ ഒക്കെ പ്ലേ ചെയ്യാൻ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടാബ്ലറ്റ് പോലെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ഫിസിക്കൽ ബട്ടണുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ AC വെൻസ് കാണാം. അതിന് നടുക്കായിട്ടുള്ള കാർബൺ ഫൈബർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്ന ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കൺട്രോൾസ് കാണാം. സിംഗിൾ ഡ്യുവൽ സോൺ ഒന്നുമല്ല, സിംഗിൾ സോണാണ്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ക്ലൈമറ്റ് അതിനകത്ത് 2 വശത്തും ചേഞ്ച് ആവുന്നത് നമുക്ക് കാണാം. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കുറേ ബട്ടണുകളാണ്. നമുക്ക് വെന്റിലേറ്റഡ് സീറ്റുകളാണ്. ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ, അതിൻ്റെ 2 ബട്ടണുകൾ കൊടുത്തിരിക്കുന്നു. ഇത് പാസഞ്ചർ എയർ ബാഗ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഹസാർഡ് ലൈറ്റ്, ഡ്രൈവ് മോഡുകൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് മാറുന്നത് കാണാം. സിപ്പ്, സൂം, സ്നോ, മഡ്, സാൻഡ്, അങ്ങനെ ഡ്രൈവ് മോഡുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിപ്പോൾ 4x4 അല്ല എങ്കിൽ നമുക്ക് ഡ്രൈവ് മോഡിൻ്റെ ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട്. അത് ഓരോ മോഡ് മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ഡിസ്പ്ലേയുടെ കളർ ടോണും അതിനകത്ത് നിങ്ങൾക്ക് ചേഞ്ച് ആവുന്നത് കാണാം. ഈ ഡ്രൈവ് മോഡുകൾ ചേഞ്ച് ആവുന്നത് നമുക്ക് ആ ഒരു സെൻട്രൽ കൺസോളിലും കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു 65 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിരിക്കുന്നു. ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ വയർലെസ് ചാർജിങ് പാഡ് കാണാം. വയർലെസ് ചാർജിങ് ഇതിനകത്ത് വരുന്നുണ്ട്. അതിന് താഴെ ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് 4x4 വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്പേസ് എപ്പോഴും സ്റ്റോറേജ് സ്പേസ് പോലെ തന്നെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. നമ്മളുടെ 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ആണ്. അതിൻ്റെ ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നത്. ചുറ്റുമെല്ലാം നമ്മളുള്ള ഒരു ലെതർ ഫിനിഷ് കാണാം. ഹാൻഡ് ബ്രേക്ക് നമ്മൾ പറഞ്ഞാണ് മാനുവൽ ഹാൻഡ് ബ്രേക്കാണ്. ഓട്ടോ ഹാൻഡ് ബ്രേക്ക് വേരിയൻറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതാണ് കീ വരുന്നത്. ഫുള്ളി ഫംഗ്ഷണലായിട്ട് ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷന് കൂടിയ ഫുള്ളി ഫംഗ്ഷണലായിട്ട് കീ കൊടുത്തിരിക്കുന്നു. ഫ്ലിപ്പ് കീ ആണ്, പക്ഷേ കീലെസ് എൻട്രി, കീലെസ് ഗോൻ്റെ ഓപ്ഷൻസ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. സെൻറ്റർ ആംബ്രസ്റ്റ് വരുന്നു. നല്ല സ്ലൈഡിങ് ഓപ്ഷനോട് കൂടിയ സെൻറ്റർ ആംബ്രസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസും കാണാം. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. കോ ഡ്രൈവേഴ്സിൽ സൺവൈസസ് വിത്ത് മിറർ ആൻഡ് ലൈറ്റോട് കൂടി കൊടുത്തിരിക്കുന്നു. ഫ്രെയിംലെസ് ആയിട്ടുള്ള IRVMs കാണാം. അത് ഓട്ടോ ഡിമ്മിങ് ആയിട്ടുള്ള IRVMs ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വിത്ത് മിറർ ആൻഡ് ലൈറ്റോട് കൂടി തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് അകത്തെ റീഡിംഗ് ലൈറ്റുകൾ നമുക്ക് LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ വാഹനത്തിൽ ആ ഒരു പനോറമിക് സൺറൂഫ് നമുക്ക് കാണാം. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള വലിയ സൺറൂഫുകൾ തന്നെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് റോക്സിൻ്റെ ഈ ഒരു സ്റ്റാർ എഡിഷൻ്റെ ഇൻറ്റീരിയർ. പക്ക ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കും അതേ ഫിനിഷും തരുന്ന ഒരു ഇൻറ്റീരിയറാണ്. ടോപ്പ് എൻഡുമായിട്ട് 2 ലക്ഷം രൂപയുടെ അടുത്താണ് ഇതിന് കുറവ് വരുന്നത്. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് എന്ന് പറയാം. മറ്റേ താറിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഗ്ലോ ബോക്സ് എന്ന് പറയാൻ അത് കൂൾഡ് ഫീച്ചറും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്ക് യാത്രക്കാരുടെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ 90 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. അതുകൊണ്ട് കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. പിടിച്ച് കയറാനായിട്ടുള്ള ഒരു ഹാൻഡിലും ഫുഡ് സ്റ്റെപ്പും മഹീന്ദ്ര തന്നെ കൊടുത്തിട്ടുണ്ട്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു. ഈ പോർഷൻസിൽ ഒരു വൈറ്റ് ഫിനിഷ് കാണാം. ഈ ഒരു ഹാൻഡിലിൻ്റെ പോർഷൻ ഒരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷിൽ കാണാം. അകത്ത് ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷാണ്. വേറെ സൺ ബ്ലൈൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. താഴെ ചെറിയൊരു എന്തെങ്കിലും വെക്കാനുള്ള സ്പേസ് കാണാം. ഹാർമണിൻ്റെ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് കാണാം. അതിന് ചുറ്റുമെല്ലാം ഒരു ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഒരു Type-C ചാർജിംഗ് ബോർഡ്, മൊബൈൽ വെക്കാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ്. സെൻറ്റർ പാസഞ്ചറിന് ഫിക്സഡ് ഹെഡ് റെസ്റ്റും കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ആംബ്രസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് ആണ് വരുന്നത്. ISOFIC ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻസ് എല്ലാം കാണാം. ബ്ലാക്ക് ലെതറിഡ് സീറ്റുകളാണ്. പലരും വാഹനം എടുത്തിട്ട് ആക്സസറി ആയിട്ട് ചെയ്തതാണ് ഈ ഒരു സീറ്റ്. ഇപ്പം മഹീന്ദ്ര തന്നെ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അകത്തേക്ക് കയറുകയാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് ഈ റൂം കാണാം. സീറ്റിൻ്റെ ബാക്കിലുള്ള സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങളും കൂടി
ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹെഡ്റൂം നോക്കുകയാണെങ്കിലും നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 18 സെൻറ്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം. സൺറൂഫ് ഉണ്ടെങ്കിലും ഹെഡ്റൂമിന് കൺസേൺസ് ഒന്നും തന്നെ വരുന്നില്ല. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലേക്ക് ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് റീഡിംഗ് ലൈറ്റുകൾ 2 വശത്തും കാണാം. റീഡിംഗ് ലൈറ്റുകളെല്ലാം LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ വാഹനത്തിൽ എന്താണെങ്കിലും ബാക്കിൽ പാഴ്സൽ ട്രേ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് അതിൻ്റെ സ്ലാൻഡിങ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബാക്ക് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 2-way 3-way ഒക്കെ നമുക്ക് സ്റ്റാൻഡിങ് പൊസിഷൻസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നല്ലൊരു ഡ്രൈവിംഗ് ഒരു ഫീൽ നമുക്ക് ലഭിക്കും. പിന്നെ പനോറമിക് സൺറൂഫ് ബാക്കിൽ ഒരു ഓപ്പൺ ആവുന്നതുകൊണ്ട് അത്യാവശ്യം റൂമായിട്ടുള്ള ഇൻറ്റീരിയർ ആയിട്ട് നമുക്കിത് ഫീൽ ചെയ്യും. ഇപ്പോൾ മഹീന്ദ്ര ഇൻറ്റീരിയർ ചേഞ്ച് ചെയ്തു. റൂഫ് വൈറ്റ് ആയിട്ടാണ് നിലനിർത്തി. ഫ്രണ്ടിലെ ഡാഷ്ബോർഡിൻ്റെ അണ്ടർ പോർഷനും വൈറ്റ് ആയിട്ട് നിലനിർത്തി. ബാക്കിയെല്ലാം ബ്ലാക്ക് ഫിനിഷിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. റോക്സ് സ്റ്റാർ എഡിഷന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഗ്ലോബൽ എൻകേബിൾ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ്. അത് അഡൽട്ട് സേഫ്റ്റിക്കും ചൈൽഡ് സേഫ്റ്റിക്കും 5 സ്റ്റാർ റേറ്റിംഗ് ആണ് ലഭിച്ചിരിക്കുന്നത്. പിന്നെ ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, ഹിൽ ഡിസെന്റ് കൺട്രോൾ, 4 വീലിലേക്കും ഡിസ്ക് ബ്രേക്ക്, TPMS, സീറ്റ് ബെൽറ്റ്, ഹെഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അങ്ങനെ സെഗ്മെന്റിലെ വാഹനങ്ങളിൽ ഉണ്ടാവേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും റോക്സിന്റെ സ്റ്റാർ എഡിഷനിലും വരുന്നുണ്ട്. ഇപ്പോൾ ടോപ്പ് എൻഡ് റോക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അഡാസ് വരുന്നില്ല. അഡാസിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് മാത്രമാണ് ഇതിനകത്ത് കുറവുള്ളത്. റോക്സ് സ്റ്റാർ എഡിഷന്റെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ നമുക്ക് പെട്രോളിലും ഡീസലിലും അവൈലബിൾ ആണ്. പെട്രോളിൽ നമുക്ക് ഓട്ടോമാറ്റിക് മാത്രമേ വരുന്നുള്ളൂ. 2 വീൽ ഡ്രൈവ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 4 വീൽ ഡ്രൈവ് ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാലും 4 വീൽ ഡ്രൈവ് ഒന്നും വരുന്നില്ല. പക്ഷേ ഡീസലിൽ 2 വീൽ ഡ്രൈവിലും മാനുവലും ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട്. ഇപ്പോൾ മഹീന്ദ്ര അനലൈസ് ചെയ്തൊരു കാര്യമായിരിക്കാം ഇത്രയും പ്രൈസ് കൊടുത്തെടുക്കുന്ന റോക്സ് പോലെയുള്ള ഒരു വാഹനം. ഇപ്പോൾ 100 പേര് മേടിച്ചാൽ ചിലപ്പോൾ 1-2 പേരൊക്കെ ആയിരിക്കും അത് ഓഫ് റോഡ് കൊണ്ടുപോകുന്നുള്ളൂ. ഓഫ് റോഡ് പോകാൻ താല്പര്യമുള്ളവർക്ക് X5 ലക്ഷറി വേരിയന്റ്, X7 ലക്ഷറി വേരിയന്റ് ഒക്കെ അവൈലബിൾ ആയിട്ട് ഓട്ടോമാറ്റിക് മാനുവൽ എല്ലാം ലഭിക്കുന്നുണ്ട്. പക്ഷെ സ്റ്റാർ എഡിഷൻ മഹീന്ദ്ര ഫോക്കസ് ചെയ്തിരിക്കുന്നത് കൂടുതൽ ഫാമിലീസിനെയാണ്. അതുകൊണ്ട് ഓട്ടോമാറ്റിക് ആണ് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത്. അതിൽ ഡീസലിൽ മാത്രം മാനുവലും കൂടിയും കൊടുത്തു. പെട്രോൾ എഞ്ചിനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ 2 ലിറ്റർ എം സ്റ്റാലിൻ പെട്രോൾ എഞ്ചിനാണ്. 176 HP പവറും 380 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ്. വിത്ത് 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്. മൈലേജ് ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരു 10-12 ആവറേജ് ലഭിച്ചാൽ പറയാം ലഭിച്ചു എന്ന്. ഓക്കെ, ഇനി ഡീസലിലേക്ക് പോയി കഴിഞ്ഞാൽ മഹീന്ദ്രയുടെ ട്രൈഡ് ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള 2.2 ലിറ്റർ എംഹോക് ഡീസൽ എഞ്ചിനാണ്. 172 HP പവറും 400 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഡീസൽ എഞ്ചിനാണ്. വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക്. അതിന് മൈലേജ് ഒരു 12-14 ഇടയ്ക്കൊക്കെ നമുക്ക് ആവറേജ് എക്സ്പെക്ട് ചെയ്യാം. ഇതിപ്പോൾ ഒരു ഡീസൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. സ്റ്റാർ എഡിഷന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ സ്റ്റാർ എഡിഷൻ ശരിക്കും സ്റ്റാർ ആവുന്നത് പ്രൈസിന്റെ കാര്യത്തിലാണ്. കാരണം പെട്രോൾ ഓട്ടോമാറ്റിക് 21,81,000 രൂപയ്ക്കും ഡീസൽ 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് 22,42,000 രൂപയ്ക്കും ഡീസൽ മാനുവൽ 20,60,000 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതെല്ലാം ഓൺ റോഡ് പ്രൈസാണ്. ശരിക്കും ഈ പ്രൈസിൽ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് MX5ന്റെ പ്രൈസ് നോക്കാം. MX5 ഡീസൽ മാനുവൽ വേരിയന്റ് 19,97,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. അതായത് ആ വാഹനവും നമ്മുടെ സ്റ്റാർ എഡിഷനും തമ്മിൽ ഏകദേശം 70,000 രൂപയുടെ ഡിഫറൻസ്, അല്ല 63,000 രൂപയുടെ ഡിഫറൻസേ വരുന്നുള്ളൂ. പക്ഷേ ലോഡ്സ് ഓഫ് ഫീച്ചേഴ്സ് അഡീഷണലി നിങ്ങൾക്ക് ഈ വേരിയന്റിൽ കാണാം. ഇനി ഓട്ടോമാറ്റിക്കലി പോയി കഴിഞ്ഞാൽ ഡീസൽ ഓട്ടോമാറ്റിക് 21,60,000 രൂപ. ആ ഒരു ഡീസൽ ഓട്ടോമാറ്റിക്കും സ്റ്റാർ എഡിഷനും തമ്മിലുള്ള വരുന്ന പ്രൈസ് ഡിഫറൻസ് ഏകദേശം 1 ലക്ഷം രൂപ ഇല്ല, 80,000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ആണ് വരുന്നുള്ളൂ. ഇനി പെട്രോൾ ഓട്ടോമാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ MX5 പെട്രോൾ ഓട്ടോമാറ്റിക്കിന് 20,89,000 രൂപ. അത് വെച്ച് നോക്കുമ്പോൾ ഈ വാഹനം 21,81,000, 1 ലക്ഷം രൂപയുടെ ഡിഫറൻസ് അവിടെ കാണാനായിട്ട് പറ്റും. ഇനിയും റോക്സിൽ ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള ഒരു വേരിയന്റ് ആയിരുന്നു AX5 ലക്ഷറി വേരിയന്റ്, അല്ലെങ്കിൽ ഒരു വാല്യൂ ഫോർ മണി വേരിയന്റ് ആണ് AX5 ലക്ഷറി വേരിയന്റ്. AX5 ലക്ഷറി വേരിയന്റിന്റെ ഡീസൽ ഓട്ടോമാറ്റിക് 22,22,000 രൂപയായിരുന്നു. വെറും 20,000 രൂപയാണ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്റ്റാർ എഡിഷൻ കിട്ടും. 360 ക്യാമറ, പനോറമിക് സൺറൂഫ്, 19 ഇഞ്ച് അലോയ് വീല്, എന്തോരം ഫീച്ചേഴ്സാണ് കൂടുതൽ ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സ്റ്റാർ എഡിഷൻ പക്കാ വാല്യൂ ഫോർ മണിയാണ്. ഇനിയിപ്പോൾ ഒരു 4x4 വേണമെങ്കിൽ നിങ്ങൾക്ക് 25,70,000 രൂപ കൊടുത്ത് AX5 ലക്ഷറി 4x4 വാങ്ങാം. ഇനി ടോപ്പ് എൻഡിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡ് പെട്രോൾ ഡീസൽ മാനുവൽ വേരിയന്റിന് 22,13,000 രൂപയും 2 വീൽ ഡ്രൈവ് ഡീസൽ ഓട്ടോമാറ്റിക്കിന് 24,20,000 രൂപയുടെ അടുത്താണ് പ്രൈസ് വന്നിരുന്നത്. അപ്പോൾ ആ വേരിയന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2 ലക്ഷം രൂപയാണ് സ്റ്റാർ എഡിഷന് കുറവ് വന്നിരിക്കുന്നത്. അതിലും മഹീന്ദ്രനെ നമ്മൾ ശരിക്കും ഹാറ്റ്സ് ഓഫ് പറഞ്ഞേ മതിയാകത്തുള്ളൂ. കാരണം ടോപ്പ് എൻഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അഡാസ് വരുന്നില്ല, പിന്നെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് വരുന്നില്ല. പക്ഷേ സെയിം അലോയ് വീൽസ് ബ്ലാക്ക് കളറിൽ കൊടുത്തു. പിന്നെ ഓട്ടോ പാർക്ക് ബ്രേക്ക് വരുന്നില്ല. ബാക്കി എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ
ടോപ്പ് എൻഡ് നോക്കുന്നവർക്കാണെങ്കിലും മിഡ് വേരിയന്റ് നോക്കുന്നവർക്കാണെങ്കിലും ഇപ്പോൾ എടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് വേരിയന്റ് ആണത്. അതിൽ 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്കും മാനുവലും മഹീന്ദ്ര കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. റീസെൻ്റ്ലി ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നൊരു വീഡിയോയും ഈ ഒരു സ്റ്റാർ എഡിഷൻ്റെ വീഡിയോ ചെയ്യാനാണ്. സ്റ്റാർ എഡിഷൻ ബ്ലാക്ക് കളറൊന്നും നോക്കണ്ട, റെഡോ യെല്ലോ കളറൊക്കെ ആയിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഇപ്പോൾ സ്റ്റാർ എഡിഷനൊക്കെ റെഡി സ്റ്റോക്ക് കാര്യങ്ങൾ അവൈലബിൾ ആണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മഹീന്ദ്രയുടെ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. കേരളത്തിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ബുക്ക് ചെയ്യാനും ഡെലിവറിക്കാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.